നിന്റെ മേൽ ഒരാൾക്കും സിഹർ ചെയ്യാൻ തോന്നാതിരിക്കാൻ, ബാത്തിലാക്കിയ സിഹർ പുതുക്കാതിരിക്കാൻ, എല്ലാ സിഹറുകളും ശരീരത്തിൽ നിന്ന് കരിഞ്ഞ് ഇല്ലാതെയാവാൻ. എത്ര പഴക്കം ചെന്ന സിഹറാണെങ്കിലും, എത്ര പഴക്കം ചെന്ന മൂർത്തിയാണെങ്കിലും നിന്റെ ശരീരത്തിലിരുന്നത് കരിഞ്ഞ് ഇല്ലാതെയാവും. വെറും ഒറ്റ ദിവസം കൊണ്ട് ഈ അമൽ ചെയ്താൽ നിനക്ക് റിസൾട്ട് ഉറപ്പാണ്. ഇതുവരെ നീ ചെയ്യാത്ത അമലാണ്. തങ്ങളെ ഞാൻ ഈ അമൽ സ്വീകരിച്ചു, എൻ്റെ സിഹർ ബാത്തിലായി, എനിക്ക് ജീവിതത്തിൽ ഹൈറിൻ്റെ അപവാബുകൾ, വാതിലുകൾ തുറക്കപ്പെട്ടു. അത്ഭുതകരമായ സംഭവം. ഒന്ന് ചെയ്തു നോക്ക്. ഇത്തരം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ ഈ അമലിനെ ഒറ്റ പ്രാവശ്യം ഒരു ദിവസം ചെയ്തു നോക്ക്, നിനക്ക് റിസൾട്ട് ഉറപ്പാണ്. ഇത് മുജറബാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞതാണ്. എന്നെ സമീപിക്കുന്നവർ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇത്തരം സങ്കടങ്ങൾ ധാരാളം കേൾക്കാറുണ്ട്. ഇതിൻ്റെ പരിഹാരങ്ങളും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിപൂർണമായി നമ്മൾ പറയാണ്. ഈ മജ്‌ലിസിനെ നിങ്ങൾ പരിപൂർണമായി കാണണം. പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതിനെനിക്ക് വിളിച്ചു ചോദിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ചില സമയത്ത് തിരക്കായിരിക്കും, നിങ്ങളെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിലിരുന്ന് ആരെ സഹായമില്ലാതെ ഈ അമല് പരിപൂർണമായി ചെയ്യാം. നമ്മൾ പറയുന്ന അമലുകൾ എഴുതി വെക്കുന്നവരുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുണ്ട്, ജീവിതത്തിൽ പകർത്തി ജീവിതം ഹൈറായ ധാരാളം ആളുകൾ, കുടുങ്ങി നിൽക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും വലിയ കരകയറിയ ധാരാളം ആളുകൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്കെന്നെ എത്രയോ കോളുകളാണ് ദിവസം. തങ്ങൾ പറയുന്ന അമൽ ഞാൻ സ്വീകരിക്കുന്ന സഹോദരിയാണ്, സഹോദരനാണ്, എൻ്റെ പ്രയാസങ്ങൾ മാറുന്നുണ്ട്. തങ്ങൾ ഓരോരോ മജ്‌ലിസുകൾ ഇടണം. ഈ തിരക്കിനിടയിലും തങ്ങൾക്ക് ഓരോരോ വീഡിയോകൾ ഇടാൻ സമയം കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയ റാഹത്താണ്. അത് കാണുമ്പോൾ വലിയ റാഹത്താണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് വലിയ കരകയറാൻ ഈ മജ്‌ലിസ് വലിയ കാരണമായി. എത്ര ആളുകളാണ് സന്തോഷം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഓരോരോ മജ്‌ലിസ് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് ഈ ഓരോരോ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇത്തരം പ്രതിസന്ധികളുമായി ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. സിഹർ വന്നുകൊണ്ട് ജീവിതം തകർന്ന് തരിപ്പണമായവർ, നല്ല രീതിയിൽ ഉണ്ടായിരുന്നവർ, ബിസിനസ്സും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് വലിയ പുരോഗതിയിൽ നിന്ന ആളുകൾ തകർന്ന് തരിപ്പണമായി. എന്തുവന്നുകൊണ്ട്? ഇത്തരം സിഹർ വന്നുകൊണ്ട്, ഇത്തരം കൂടോത്രങ്ങൾ വന്നുകൊണ്ട്, ഇത്തരം ആഭിചാര കർമ്മങ്ങൾ അവർക്ക് ചെയ്തു വച്ചതുകൊണ്ട് ജീവിതം തകർന്നു പോയ എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, വയ്യാധാരമായവർ. കാരണം എന്തേ? ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ കൊണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് സ്വന്തം ചോരയിൽ നിന്ന്, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്, സ്വന്തം കുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് ഇത്തരം പ്രതിസന്ധികളുമായി ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. തങ്ങളെ പല സ്ഥലങ്ങളിൽ പോയി ബാത്തിലാക്കി പിന്നെയും അവർ പുതുക്കുകയാണ്. ഈ സിഹർ പരിപൂർണമായി ബാത്തിലായി കിട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമല് പുതുക്കുന്ന ആൾക്ക് ഒരിക്കലും നിനക്ക് സിഹർ ചെയ്യാൻ തോന്നാതിരിക്കാൻ, ബാത്തിലാക്കുന്ന സിഹർ പുതുക്കാതിരിക്കാൻ, ശരീരത്തിൽ സിഹർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാവാൻ, എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും കരിഞ്ഞു തീരാൻ, മൂർത്തികളുടെ പ്രയാസങ്ങൾ ശരീരത്തിൽ ഇരുന്ന് കരിഞ്ഞു തീരാൻ പറ്റുന്ന ഒരു മുജറബായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഇത്തരം പ്രതിസന്ധികളിൽ ജീവിതം വഴിമുട്ടിപ്പോയവർ ഈ അമലിനെ ഒന്ന് ചെയ്തു നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. ഇൻഷാ നമ്മൾ അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കാറുണ്ട്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്‌ലിസുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സിഹറിൻ്റെ പ്രയാസത്തിൽ ജീവിതം തള്ളി നീക്കുന്നവരാണ്. തങ്ങൾ പറയുന്ന ഇത്തരം ലക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടിൽ, ഇത്തരം പ്രയാസത്തിലാണ്. ഇതിനൊരു പരിഹാരം തങ്ങൾ കാണിച്ചു തരണം, ഇതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടമറിയിച്ച് വിളിക്കുന്നവരുണ്ട്.
ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഈ നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഒരാഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവില്ല. തലേ ദിവസമോ 2 ദിവസമോ മുമ്പ് വിളിച്ചാൽ ഓരോ ദിവസങ്ങളിൽ നമുക്ക് എടുക്കേണ്ട ആളുകളുണ്ട്. അതിൻ്റെ ഒരു കണക്കുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ അന്നത്തെ ബുക്കിംഗ് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് വിളിച്ച് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ വിഷമങ്ങളും അല്ലാഹു നീ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ അമലുകൾ സ്വീകരിക്കുന്നു അല്ലാഹുവേ, ഇതിനൊക്കെ നീ വലിയ ഉത്തരം നൽകണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ്. ഉത്തരം നൽകുന്നത് റാസിഖായ ഖാലിഖായ നീയാണ് തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകണ റബ്ബേ. ഈ അമൽ കൊണ്ട് ഞങ്ങളെല്ലാ പൈശാചികമായ ഷറുകളും നീ ബാത്തിലാക്കണം അല്ലാഹ്. ആ ഒരു നിയ്യത്ത് എല്ലാവരും ആമീൻ പറഞ്ഞില്ലേ? എല്ലാവരും ദുആയിൽ പങ്കെടുത്തില്ലേ? ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യാൻ പോവാണ്. ആ ഒരു നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഓരോരോ അമലുകൾ അല്ലാഹു കബൂലാക്കണം, അല്ലാഹു സ്വീകരിക്കണം. സിഹർ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമാണ്. മുഅ്മിനീങ്ങളെ, ഒരാൾ നമുക്ക് ഇത്തരം സിഹർ വന്ന് നമ്മളെ ജീവിതം വഴിമുട്ടിപ്പോകുന്നത് അത് അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഖളാഓടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് ഈ അമൽ ചെയ്യും. അള്ളാഹു കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കും. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അമൽ ചെയ്യാൻ എടുക്കേണ്ടത്, ഒരു 7 ചുവന്ന മുളക്, വെറ്റൽ മുളക് സ്ക്രീനിൽ കൊടുക്കാം. 7 ചുവന്ന മുളക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7 കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7 കല്ലുപ്പ്. ഇത് 3ഉം എടുത്തു വെച്ചതിന് ശേഷം അതിൽ നിന്ന് ആദ്യം ഇശാ മഗ്‌രിബിന് ശേഷം ഈ ഒരു നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇശാ മഗ്‌രിബിന് ശേഷം നിങ്ങളെ ദിക്റുകൾ, നിങ്ങളെ ഔറാദുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല സ്ഥലത്തിരുന്ന് വുളുഓടുകൂടി നല്ലൊരു സ്ഥലത്തിരുന്നു കൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങണം, എൻ്റെ തടസ്സങ്ങൾ നീങ്ങണം, ഞാൻ സിഹർ ബാത്തിലാക്കുന്നു. വീണ്ടും ഇങ്ങനെ ചെയ്തു വിടുകയാണ്. അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശത്രു. അവനക്ക് പുതുക്കാൻ തോന്നരുത്, അവൻ ഇതിൽ നിന്ന് പരാജയപ്പെടണം എന്നൊരു നീയത്തോടുകൂടി, ഒരു ഉറപ്പോടുകൂടി ആ ഇരുത്തിരുന്നു കൊണ്ട് ആ 7 ചുവന്ന മുളക്, വെറ്റൽ മുളക്, പൊട്ടില്ലാത്ത, നെട്ടി പൊട്ടാത്ത, ഒരു വൈഭവമില്ലാത്ത, ഒരു ന്യൂനതയില്ലാത്ത ആ ചുവന്ന മുളക് എടുത്തുകൊണ്ട് ഒരു മുളക് അതിൽ നിന്നെടുക്കുക, 7 നിന്ന് ഒന്നെടുക്കുക. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ചുണ്ടിനോട് ചേർത്ത് വെച്ച് സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓതുമ്പോൾ നമ്മളെടുക്കുന്ന ശ്വാസം, നമ്മളെ വായിൽ നിന്ന് വരുന്ന വായു ഈ ചുവന്ന മുളകിലേക്ക് ഇങ്ങനെ തട്ടണം. എന്നിട്ട് ആത്മാർത്ഥമായി സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായിട്ട് ഓതുന്ന മുഅ്മിനീങ്ങളെ. പിന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. പിന്നെ നിങ്ങൾ ഓതേണ്ടത്, ഈ ചുവന്ന മുളകിലേക്ക് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ അൻഫാലിലെ 17ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം, ഞാൻ ഓതി കേൾപ്പിക്കാം ഈ ഒരു ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാ ഇന്നല്ലാഹ സമീഉൻ അലീം. ഈ ആയത്ത് ഒറ്റ പ്രാവശ്യം ഓതുക. എന്നിട്ട് ഓരോ ഫാത്തിഹ ഓതി ഫലഖ്, നാസ്, സൂറത്തുൽ അൻഫാലിലെ 17ാമത്തെ ആയത്ത് ഓതി ഇശ്ഫി എന്ന് മന്ത്രിക്കുക, ഈ മുളകിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ആ മുളക് അവിടെ മാറ്റി വെക്കുക. 2ാമത്തെ മുളകും അപ്രകാരം തന്നെ ഫാത്തിഹ, ഫലഖ്,
നാസ് സൂറത്തുൽ അൻഫാലിലെ 17-ാമത്തെ ആയത്ത് മാറ്റിവെക്കുക. അങ്ങനെ 7 മുളകിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ഈ മുളക് എല്ലാം എടുത്തുകൊണ്ട് തല ഇടത്തു നിന്ന് വലത്തോട്ട് 3 പ്രാവശ്യം, പിന്നീട് വലത്തു നിന്ന് ഇടതുഭാഗത്തേക്ക് 21 പ്രാവശ്യം ഇറക്കുക. ഇറക്കിയിട്ട് പിന്നീട് നിന്റെ തലയുടെ മുകളിലേക്ക് ഇത് കൊണ്ടുപോകരുത്, നേരെ അടിയിലേക്ക് കൊണ്ടുപോയി അടുപ്പിലിട്ട് കരിയിച്ച് കളയാം. പരിപൂർണമായി തീയിലിട്ട് കരിയിച്ച് തരാം. അടുപ്പിലല്ലോ, ഞങ്ങൾക്ക് ഗ്യാസല്ല, ഞങ്ങൾ എങ്ങനെ ചെയ്യാം? തീ കൂട്ടി കരിയിച്ച് കളഞ്ഞാൽ മതി. ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, ചെയ്തോ, ഉത്തരം ഉറപ്പാണ്. പിന്നീട് കുരുമുളക് എടുക്കുക. ഇതുപ്രകാരം സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം, സൂറത്തുൽ നാസ് 1 പ്രാവശ്യം, പിന്നീട് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. സ്വാത്തി ഓതുന്നതിന് ശേഷവും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക, ഫലഖ് ഓതിയതിനു ശേഷം ഇഷ്ഫി എന്ന് മന്ത്രിക്കുക, നാസ് ഓതിയതിനു ശേഷം ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നീട് ആയത്തുൽ കുർസി ഓതി ഓരോ പ്രാവശ്യം ഓതുമ്പോൾ ഓരോ കുരുമുളകിൻ്റെ മണിയിലേക്കും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. 2ാമത്തെ കുരുമുളക് എടുക്കുക. അങ്ങനെ 7ലേക്കും ഇപ്രകാരം ഓതി മന്ത്രിച്ചതിന് ശേഷം 7 കുരുമുളക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞെടുക്കാം. ഒഴിഞ്ഞെടുത്ത് 21 പ്രാവശ്യം വലത്തുനിന്ന് ഇടത്തോട്ട്, 3 പ്രാവശ്യം ഇടതുനിന്ന് വലതു ഭാഗത്തേക്ക് ആദ്യം, പിന്നെ 21 പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒഴിഞ്ഞിറക്കിയതിനു ശേഷം തീയിലിട്ട് കരിയിച്ച് കളയാം. അതേ തീയിലിട്ട് കരിയിച്ച് കളയാം. മുളകിട്ട് അതേ തീയിലിട്ട് കരിയിച്ച് കളയാം. പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് 7 കല്ലുപ്പ്. 7 കല്ലുപ്പിലേക്ക് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, ഫലഖ്, നാസ്. അതുപ്രകാരം തന്നെ പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബഅമാത്തുൽ ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ എന്ന് പറയുന്ന ഈ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് പരിപൂർണമായി 3 പ്രാവശ്യം ഓതേണ്ടത്. ഓതി മന്ത്രിച്ചതിന് ശേഷം, ഇഷ്ഫി എന്ന് മന്ത്രിച്ചതിന് ശേഷം 7 കല്ലുപ്പ് കൊണ്ട് ഇപ്രകാരം തന്നെ ഒഴിഞ്ഞെടുക്കുക. നമ്മൾ ചുവന്ന മുളക് ഒഴിഞ്ഞതുപോലെ, അതായത് കുരുമുളക് ഒഴിഞ്ഞതുപോലെ കല്ലുപ്പ് കൊണ്ട് ഒഴിഞ്ഞെടുത്തതിന് ശേഷം അടുപ്പിലിട്ട് കരിയിച്ച് കളയാം, കത്തിക്കുക. പിന്നെ അതിൻ്റെ വെണ്ണീര്, അതിൻ്റെ ചാരം കോരിയെടുത്തുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിലേക്കിട്ട് ഒഴുക്കിയാണ്ട് കളയാം. പിന്നീട് നിനക്ക് അത്രയും ഷെറുകൾ ഉണ്ടാവില്ല. നിന്റെ സിഹർ വീണ്ടും വീണ്ടും പുതുക്കാൻ അവർക്ക് തോന്നൂല. പുതുക്കിയാലാണെങ്കിലും നിനക്ക് ഏൽക്കൂല, നിന്റെ ശരീരത്തിലേക്ക് ഏൽക്കൂല. ഇത് ഒറ്റ ദിവസം ചെയ്താൽ മതി. തുടർച്ചയായി ചെയ്യണമെങ്കിൽ 7 ദിവസമാണെങ്കിൽ ചെയ്യാം. ഒറ്റ ദിവസം ചെയ്താൽ മതി. എന്നാൽ തന്നെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ മുത്തുമിനീങ്ങളെ, ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടണമെന്നില്ല. ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങളെ വാതിലുകൾ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ അടക്കപ്പെട്ട വാതിലുകൾ ഉണ്ടാവും. അത് തുറക്കപ്പെടും. നിങ്ങൾക്ക് തന്നെ മനസ്സിലേക്ക് വരും, എനിക്കെന്തൊക്കെ റാഹത്തായിട്ടുണ്ടല്ലോ. നമ്മൾ ഓരോരോ അമലുകൾ ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്തു കൊടുക്കുമ്പോൾ അവർ പിന്നീട് പോയി പിന്നെ വരുന്ന തങ്ങളെ ഇപ്പം എന്തെന്നറിയില്ല, വലിയ റാഹത്തുണ്ട്, നല്ലൊരു ഉന്മേഷമുണ്ട്, അടഞ്ഞു നിൽക്കുന്നതൊക്കെ എനിക്കൊന്ന് തുറന്നു കിട്ടിയതുപോലെ, ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നതുപോലെ. എത്ര അനുഭവങ്ങളാണ്, എത്രയോ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാകും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ റാഹത്തുകൾ നടന്നിക്കുന്നുണ്ട്, എനിക്ക് ഹൈറാത്തുകൾ കടന്നു വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്. ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ ഒന്ന് ചെയ്തു നോക്ക്. നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അമലാണ്. ഒന്ന് ചെയ്തു നോക്ക്. അല്ലാഹുവേ, ഈ അമലിന് നീ വലിയ റിസൾട്ട് നൽകണം അല്ലാ, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഓരോരോ അമലുകൾ ഹൃദയത്തോട് ചേർത്ത് ചെയ്യുന്നവരുണ്ട്, ഇഷ്ടം വെക്കുന്നവരുണ്ട്. ഈ മജ്ലിസിൻ്റെ മുഹിബ്ബീങ്ങളായി മാറിയവരുണ്ട്, ഈ മജ്ലിസിനോടൊപ്പം കൂടിയവരുണ്ട്. നമ്മൾ പറയുന്ന ഓരോരോ അമലുകളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, അത് സ്വീകരിക്കുന്നവർ, അതിന് വലിയ റിസൾട്ട് ലഭിച്ചവർ. അല്ലാഹുവേ വലിയ വിജയം കൊടുക്കണ റബ്ബേ, നീ നിലനിർത്തണ റബ്ബേ, നീ ഹൈറിലാക്കണം അല്ലാഹുവേ. എല്ലാവരും സ്വീകരിക്കുക. എന്തെങ്കിലും നമ്മൾ അമല് പറഞ്ഞല്ലോ, നമ്മൾ അമല് സ്വീകരിച്ചല്ലോ, ഒരു ഹംദ് അൽഹംദുലില്ലാ എന്ന് കമൻറ്റിൽ എഴുതാൻ അറിയുന്നവർ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ.
സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ടാവും. ഇതവർ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നന്മ നിനക്കാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.